നിങ്ങൾക്ക് ഒരു ചരിത്രത്തോട് ഞാൻ പറഞ്ഞുതരാം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അയച്ചുമായ ഉലാമി തൻ്റെ വൃത്യൻ്റെ കൂടെ അറുപത് ദീനാരിൻ 400 ദീനാർ. ദീനാർ പറഞ്ഞ പവനാണ്. ദിർഹം പറഞ്ഞാൽ വെള്ളിയാണ്. ദീനാർ പറഞ്ഞ പൊന്നാണ്. ദിർഹം ദീനാർ. ഗൾഫിലൊക്കെ ദിർഹംസ് എന്ന ദീനാർ എന്നോ. ശരിക്ക് ദീനാർ പറഞ്ഞ പൊന്നാണയത്തിനാ പറയാ, ദിർഹം വെള്ളിക്കോണ പറയാം. അപ്പോൾ 400 ദീനാർ ഉമർ ഫാറൂഖ് റളിയല്ലാഹു പൊതു ഖജനാവിന്ന് കൊടുത്തയച്ചു. ആർക്കെന്നറിയോ? അബി ഉബൈദ് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദക്ക് ഉമർ ഫാറൂഖിൻ്റെ വലിയൊരു സൈനിക തലവനായിരുന്നു. ഖാലിദിനെ മാറ്റിയിട്ട് ഉമർ ഫാറൂഖ് മുസ്ലിം സൈന്യത്തിൻ്റെ നായകനായി നിശ്ചയിച്ച ആളാണ് ആര്? അബൂ ഉബൈദ് ബിൻ ജറാഹ്. ബദറിൽ അദ്ദേഹം ചെയ്തത് സ്വന്തം പിതാവിനെ വെട്ടാണ്. വലിയ ഖുറൈശികളിൽ വലിയ ഒരു കർമ്മധീര പോരാളിയായിരുന്നു. പെൻഷനൊക്കെ അറിയിക്കുന്ന ആളാണ്. അങ്ങനെ അമറഹു ഭൃത്യനോട് ഉമർ ഫാറൂഖ് കൽപ്പിച്ചു ബിത്തഅന്നി, അവിടുന്ന് സാവകാശം ചെയ്യണം, കൊടുത്തോണ്ട് വേഗം പോരരുത്. ഈ 400 പവനോട് കൊടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു പോരരുത്. ലിയറാമ യസ്നൂഫി, എന്താ ചെയ്യണം നോക്കിക്കളണ്ടിയോ. ഭൃത്യൻ ആ 400 ദീനാറും കൊണ്ട് ഇലേഹി അബൂ ഉബൈദയിലേക്ക് പോയി. അത് കൊടുത്തു. അപ്പോൾ തഅന്ന യസീറൻ, കുറച്ചേരോടെ സാവകാശം അവിടെ നിന്നു. അതപ്പം തന്നെ ഫുള്ളായിട്ട് ഓരിച്ചെടുത്തു. അതൊരു ഉറുപ്പ്യ പോലും എടുത്തു വെച്ചില്ല. വന്നിട്ട് ഉമർ ഫാറൂഖിനോട് ഈ കാര്യമൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് ചെയ്തേക്കണം. ഉമർ ഫാറൂഖിൻ്റെ അടുത്ത് ഈ ഭൃത്യം വന്നപ്പോൾ ഉമർ ഫാറൂഖ് വേറെ 400 ദീനാറ് മുആദ് ബിൻ ജബലിന് കൊടുത്തേക്കാൻ വേണ്ടി എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവനെ കാത്തിക്കുകയാണ്. ഫർസലാം ആവിലേ, അത് അങ്ങോട്ടും കൊടുത്തയച്ചു. മുആദ് ബിൻ ജബൽ ചെറുപ്പക്കാരനായ നല്ല ഒരു ചെറുപ്പക്കാരനാണ് മുആദ്. ചെറുപ്പത്തിൽ തന്നെ മരിച്ചും ചെയ്ത്. പ്ലേഗ് പിടിപെട്ടുകൊണ്ട് ഷാമിൽ നിന്ന് മരിച്ച ആളാണ്. ഇവർ രണ്ടാളൊരുപ്പെട്ട ആളാണ്. അവിടെ ഇങ്ങനെ മാറാവ്യാധി പടർന്നപ്പോൾ ഉമർ ഫാറൂഖ് ആരെ തിരിച്ചു വിളിച്ചു? ഉബൈദനെ തിരിച്ചു വിളിച്ചു, അബൂ ഉബൈദത്തിനെ. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരാൻ തയ്യാറായില്ല. മരിച്ചോട്ടെ നിന്നാളാണ്. അങ്ങനെ മരിച്ച ആളാണ്. അവർക്ക് മരണത്തെ ഭയം ഉണ്ടായിരുന്നില്ല. ഓരോ കണ്ണിൽ സ്വർഗവും പരലോകമാണ് എപ്പോഴും ഉണ്ടായത്. അതൊക്കെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മുആദിൻ്റെ അടുത്തും കുറച്ചേരം നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫഅല ഫറക്ക, അതേമാതിരി തന്നെ മുആദും കിട്ടിയ പൈസ കപ്പ തന്നെ ഒരിച്ചു കൊടുത്തു. ഫറക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് കെട്ടിപ്പൊട്ടി വെച്ചില്ല, ഒരിച്ചു കൊടുത്തു. അപ്പോൾ ഭാര്യ ഇങ്ങോട്ട് വന്നു. നമ്മളും മിസ്കിമാർ തന്നെ അല്ലേ, കുറച്ച് നമുക്കും തന്നാളിയോ, നിങ്ങൾ നമുക്കും തരികയാണ്. ഇപ്പോൾ 2 ദീനാറുള്ളൂ. ഇനി ബാക്കിയൊക്കെ കൊടുക്കലേ 398 കൊടുക്കലേ. 400 ബാക്കി 2 ബാക്കിയുള്ളൂ. ഫഅതൗമ ലഹ, അത് കൊടുത്തു, ഭാര്യ കൊടുത്തു. ഫറജൽ ഉലാമുലി ഉമർ, ഞങ്ങൾ കേൾക്കണ്ടേ. നമ്മൾ ഉമർ ഫാറൂഖിൻ്റെ അടുത്ത് എന്നാണ്ട് ഫറൂഖ് കഥയൊക്കെയാണ് പറഞ്ഞു. ഇങ്ങനെയാണ് പറഞ്ഞു. ഫസറ ബിദാലിക, ഉമർ ഫാറൂഖിന് ഭയങ്കര സന്തോഷമായി. ഉമർ ഫാറൂഖ് പറഞ്ഞു ഇന്നഹും ഇഖ്വത്തുൻ ബഅദു ഉമ്മിൻ ബഅദിൻ, അവർക്ക് ഏകോദര സഹോദരങ്ങളാണ്. അവർ ചിലരിൽ നിന്നുള്ളതാണ്. എല്ലാവരും ഒരേ ടൈപ്പാണ്. ഒക്കെ ഒറ്റ ടൈപ്പാണ് ആളുകൾ. എങ്ങനെയുണ്ട്? ഇതൊക്കെ ഉമർ ഫാറൂഖിൻ്റെ ആളുകളായിരുന്നു. ഇനി പ്രജകളിലേക്ക് നമ്മൾ പോകണ്ട. പാൽക്കാരി പെൺകുട്ടീൻ്റെ ആ പെൺകുട്ടിനെ കല്യാണം കഴിച്ച് മാമോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച കഥ നമ്മൾ പറയലുണ്ട്. അങ്ങനത്തെ പല കഥകളുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളും രീതിയിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഖുർആൻ അതാണ് പഠിപ്പിച്ചത്.